ഭ്രമയുഗം മികച്ച അഭിപ്രായവുമായി തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും കളക്ഷനിലും ചിത്രം പുതിയ നേട്ടങ്ങളാണ് കൊയ്തുകൊണ്ടിരിക്കുന്നത്. തിയേറ്റർ വിട്ടാൽ ഭ്രമയുഗം ഉടൻ തന്നെ OTTയിലും എത്തും. ഇത് സംബന്ധിച്ച കരാർ നിർമ്മാണ കമ്പനികളുമായി പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. തിയേറ്റർ പ്രദർശനത്തിന് ശേഷം സോണി ലൈവിലായിരിക്കും ഭ്രമയുഗം എത്തുക. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ചിത്രം സ്വന്തമാക്കാനായി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ 30 കോടി രൂപ നൽകി ഭ്രമയുഗം സോണി ലൈവാണ് സ്വന്തമാക്കിയത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ 20 കോടി രൂപ ഓഫർ ചെയ്തെങ്കിലും റെക്കോർഡ് തുകക്കായിരുന്നു സോണിയുടെ ഓഫർ. ഭ്രമയുഗത്തിന് എല്ലായിടത്തു നിന്നും മികച്ച റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ഞായറാഴ്ച മികച്ച കളക്ഷനാണ് സിനിമയ്ക്ക് ലഭിച്ചത് എന്നാണ് ഇൻഡസ്ട്രി ട്രാക്കർ സാക് നിൽക്കിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഭ്രമയുഗം ഇതുവരെ 12 കോടിക്ക് മുകളിലാണ് നമ്മുടെ രാജ്യത്ത് നിന്നും വാരിക്കൂട്ടിയത്. ഞായറാഴ്ച മാത്രം സിനിമയ്ക്ക് 67.62% ഒക്യുപ്പൻസിയാണ് ലഭിച്ചത്. മോർണിംഗ് ഷോകൾ 56.75%, ആഫ്റ്റർനൂൺ ഷോ 71.86%, ഈവനിംഗ് ഷോ 71.86%, നൈറ്റ് ഷോ 63.20% ആയിരുന്നു സിനിമയുടെ ഒക്യുപ്പൻസി. സിനിമ ഇതുവരെ ആഗോള കളക്ഷനായി 30 കോടിയിലേറെ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഞായറാഴ്ച കേരളത്തിൽ നിന്നും 3.5 കോടിക്ക് മുകളിൽ നേടിയ നെസ്ലെ നായകനായ പ്രേമലുവാണ് കളക്ഷനിൽ മുന്നിൽ നിൽക്കുന്നത്. എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിച്ചുകൊണ്ടാണ് പ്രേമലു മുന്നേറുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായി 22.36 കോടി രൂപയാണ് പ്രേമലു നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം മോഹൻലാൽ നായകനായ മലൈക്കോട്ടെ വാലിബനും ഉടൻ തന്നെ OTTയിൽ എത്തുന്നു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് മലൈക്കോട്ടെ വാലിബന്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിട്ടുണ്ട്. മലൈക്കോട്ടെ വാലിബൻ ഫെബ്രുവരി 23 മുതൽ OTTയിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങുമെന്നാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഔദ്യോഗികമായി അറിയിച്ചത്. 65 കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ആദ്യ ദിനം 5.5 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ ഇനീഷ്യൽ കളക്ഷനാണ് മലൈക്കോട്ടെ വാലിബൻ നേടിയത്. എന്നാൽ പിന്നീട് ചിത്രത്തിന് കളക്ഷനിൽ ഇടിവ് വന്നു. സിനിമയ്ക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നു എന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ അവകാശവാദം.